നമ്മളാണ് അവരെ സൃഷ്ടിച്ചത്. ആദ്യം അവർ നമ്മളെ സഹായിച്ചു, പിന്നെ അവർ നമുക്ക് പകരമായി. നാളെ അവർ നമ്മളെ ഭരിക്കും. അവരാരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത് ഇന്നത്തെയോ നാളത്തെയോ കാര്യമല്ല. ഒരു 100 വർഷത്തിന് ശേഷം ഒരു പക്ഷേ അങ്ങനെ ആയേക്കും. അതിനും കാരണം നമ്മൾ തന്നെയാവും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്ന മനുഷ്യരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യാത്ത മനുഷ്യരുണ്ടല്ലോ, ഇതൊന്നും ലൈക്ക് റിസർച്ച് നടത്തി ലൈബ്രറി സ്റ്റഡി നടത്തി. ആക്ച്വലി ഇതൊരു ഓൾഡ് മെത്തേഡാണ്. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഈ ഒരു കാര്യങ്ങളും കൂടെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ 100% എല്ലാ കാര്യങ്ങൾക്കും ഈ AI ടൂൾസും കാര്യങ്ങളും വെബ്സൈറ്റുകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? മനുഷ്യന്റെ ബ്രെയിനിൽ നിന്നാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ മനുഷ്യന്മാർ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ AI ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ആയിട്ട് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്യാനാണെങ്കിലും, ഇവൻ ഒരു റിപ്പോർട്ട് റെഡി ആക്കണമെന്നാണെങ്കിലും എല്ലാം AI ആണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു AI എടുക്കുന്ന കണ്ടന്റ് അത് AI എല്ലാം ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു AI സോഫ്റ്റ്വെയർ ഉണ്ട്. മനുഷ്യരുടെ എവല്യൂഷൻ പോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. കറക്റ്റ് ആയിട്ടൊരു സ്റ്റഡീസും കറക്റ്റ് ആയിട്ടൊരു ലേണിംഗും ഉണ്ടാവാതെ നമ്മൾ AI യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് വേണം. ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഇനി വരുന്ന ജനറേഷൻസിന് നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഇത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട്, ഇത് ഈ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് AI വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിനായിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ആണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഇതെങ്ങനെ ഒരു കറക്റ്റ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് നമ്മുടെ കൺട്രോളിൽ എങ്ങനെ എയിനാക്കാം. ഈ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ പോലെ AI ഓടുന്നതിന് മുന്നേ ഓടിയില്ലെങ്കിൽ AI നമ്മളെക്കാൾ മുന്നേ ഓടുകയും ചെയ്യും, നമ്മളെ ഭരിക്കുകയും ചെയ്യും.